ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പലവിധ ജോലികൾ ചെയ്യുന്നവരാണ്. നമ്മുടെ ജോലി മേഖലകളൊക്കെ അനുഗ്രഹിക്കപ്പെടാനായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അപകടം നിറഞ്ഞ ജോലി മേഖലയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മക്കൾ നമുക്കിടയിലുണ്ട്. എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും ചില ജോലികൾ കൂടുതൽ അപകടം നിറഞ്ഞതും ജീവന് തന്നെ ഭീഷണിയുള്ളവയുമാണ്. അത്തരം അപകടകരമായ ജോലികൾ ചെയ്യുന്നവർക്കായി ഇന്ന് അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ചില വിശുദ്ധരെ ഞാനിന്ന് പരിചയപ്പെടുത്തി തരാം. ഇനി പറയാൻ പോകുന്ന ജോലികൾ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിത പങ്കാളിയോ മക്കളോ ഒക്കെ ഈ ജോലി മേഖലയിൽ ഉള്ളവരാണെങ്കിൽ അവർക്കായി നിങ്ങൾ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുകയും ഈ വിശുദ്ധരോട് അവർ പ്രത്യേകമായിട്ട് മാധ്യസ്ഥ യാചിച്ച് പ്രാർത്ഥിക്കാനും പറയണം. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി നിങ്ങൾക്ക് ഈ വിശുദ്ധരുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാവുന്നതാണ്. അത് ഞാൻ പറയുന്നത് പട്ടാളക്കാരാണ്. പ്രത്യേകമായിട്ട് പട്ടാളക്കാരുടെ മധ്യസ്ഥൻ മിഖായേൽ മാലാഖയാണ്. നിങ്ങളുടെ ധൈര്യം നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോൾ സാത്താനെതിരെ പോരാടിയ മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിനെ സമീപിക്കാം. സായുധ സേനയിലുള്ളവർക്ക് സംരക്ഷണം നൽകാൻ എല്ലാ മാലാഖമാരുടെയും നേതാവും ദൈവത്തിൻ്റെ സൈന്യത്തിൻ്റെ തലവനേക്കാൾ ശക്തനായ മറ്റാരുമില്ല. ഹെബ്രായ ഭാഷയിൽ മിഖായേൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തെപ്പോലെ ആരാണ് എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ യുദ്ധമുറയാണ്. നിങ്ങൾക്ക് ധൈര്യം ആവശ്യമുള്ളപ്പോൾ ഈ വിശുദ്ധ മാലാഖയോട് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി പോലീസുകാർ, നിങ്ങളുടെ കുടുംബത്തിലൊക്കെ പോലീസ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം. അവരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ യൂദാ തദേവൂസ്. പോലീസുകാർക്ക് കൂടുതൽ ധൈര്യം ആവശ്യമാണ്. തീർച്ചയായും അവർക്ക് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥ്യം തേടാവുന്നതാണ്. കൂടാതെ അവർക്ക് അസാധ്യമായ പല കേസുകളും അന്വേഷിക്കേണ്ടതായി വരുമ്പോൾ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാ തദേവൂസിനെ മാധ്യസ്ഥ്യവും യാചിക്കാവുന്നതാണ്. ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും വിശുദ്ധരുടെ പാത തുടരാൻ നാം ശ്രമിക്കണം. അടുത്തത് അഗ്നിശമന സേനാംഗങ്ങൾ. ഇവർ മാധ്യസ്ഥ യാചിച്ച് പ്രാർത്ഥിക്കേണ്ടത് വിശുദ്ധ ഫ്ലോറിയനോടാണ്. ഡയോക്ലേഷ്യസ് ചക്രവർത്തിയുടെ പീഡനകാലത്ത് ക്രിസ്ത്യാനികളെ വധിക്കാൻ വിസമ്മതിച്ച റോമൻ സൈനികനായിരുന്നു വിശുദ്ധ ഫ്ലോറിയൻ. അഗ്നിശമന സേനയെ നയിച്ച അയാളെ തീ കൊളുത്തിയാണ് വധശിക്ഷ നടപ്പിലാക്കിയത്. മരണത്തെ ഭയക്കാതെ അയാൾ ആരാച്ചാരെ തീ കൊളുത്താൻ പ്രേരിപ്പിച്ചു. അങ്ങനെ ചെയ്താൽ ഞാൻ അഗ്നിജ്വാലയിലൂടെ സ്വർഗത്തിൽ കയറും എന്നായിരുന്നു ഫ്ലോറിയന്റെ ധൈര്യപൂർവകമായ മറുപടി. തൽഫലമായി പകരം അവനെ ചമ്മട്ടി കൊണ്ടടിച്ചു. അത്തരം ധീരത അദ്ദേഹത്തെ അഗ്നിശമന സേനാംഗങ്ങളുടെ ഒരു സമ്പൂർണ്ണ രക്ഷാധികാരിയാക്കി മാറ്റി. ഇനി തടിപ്പണിക്കൊക്കെ നടക്കുന്ന ആളുകൾ, മരം വെട്ടുകാര്, ആശാരി ജോലി ചെയ്യുന്നവർ, ഫർണിച്ചറിൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പ്രാർത്ഥിക്കേണ്ടത് വിശുദ്ധ ഗുമ്മാറസിനോടാണ്. മരം വെട്ടുന്ന ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് അപകടം വരാനുള്ള സാധ്യത കൂടുതലാണ്. ലഭ്യമായ കണക്കനുസരിച്ച് ഓരോ 1,00,000 പേരിലും 132 പേര് മരണമടയുന്നു എന്നാണ് പറയുന്നത്. പരിക്കേൽക്കുന്നവർ വേറെയും. വാശിക്കാരിയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്ന തൻ്റെ ഭാര്യയെ അനുരഞ്ജിപ്പിക്കാൻ പരമാവധി ശ്രമിച്ച് ഒടുവിൽ ഒരു സന്യാസിയായി മാറിയ, സമാധാനം ആഗ്രഹിച്ച ബെൽജിയൻ സന്യാസിയായിരുന്നു വിശുദ്ധ ഗുമ്മാറസ്. മരം വെട്ടുന്ന തൊഴിലിൽ ഏർപ്പെടുന്നവർക്ക് ഈ വിശുദ്ധൻ്റെ സഹായം തേടാവുന്നതാണ്. ഇനി റൂഫിംഗ് വർക്കുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, വീടിൻ്റെ മേൽക്കൂരകൾ മാറ്റുന്നവർ, റൂഫിംഗ് വർക്ക് ചെയ്യുന്നവർ, അവരൊക്കെ സരഗോസയിലെ വിശുദ്ധ വിൻസെന്റിനോടാണ് മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കേണ്ടത്. ഒരു വീടിൻ്റെ മുകളിൽ ചിലപ്പോൾ കൊടും ചൂടിൽ വളരെ ഉയരത്തിൽ ജോലി ചെയ്യുന്നത് വളരെ അപകടകരമാണ്. ഗുരുതരമായ പരിക്കുകളോടെ അവസാനിക്കുന്ന അപകടകരമായ ജോലിയാണ് മേൽക്കൂര നിർമ്മിക്കലും അതിൻ്റെ അറ്റകുറ്റപ്പണികളും. മാംസം കീറി സ്റ്റീൽ ഫ്രെയിമിൽ വെച്ച് കത്തിക്കപ്പെട്ട സരഗോസയിലെ വിശുദ്ധ വിൻസെൻ്റാണ് ഈ ജോലി ചെയ്യുന്നവരുടെ മധ്യസ്ഥൻ. ഭീകരമായ പീഡനങ്ങൾക്ക് വിധേയനായ ഈ സ്പാനിഷ് വിശുദ്ധൻ്റെ സഹായം അഭ്യർത്ഥിക്കുന്നത് നല്ലതാണ്. കാരണം ശരീരം കഷ്ണങ്ങളാക്കിയിട്ടും സ്തുതിഗീതങ്ങൾ ആലപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് ട്രക്ക് ഡ്രൈവർമാർ, വലിയ വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ, ബസ് ഓടിക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് വിശുദ്ധ ക്രിസ്റ്റഫറിൻ്റെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാവുന്നതാണ്. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക്, നഗരത്തിൽ നിന്ന് നഗരത്തിലേക്ക്, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഉല്ലാസകരവും എന്നാൽ അപകട സാധ്യതയുള്ളതുമായ ഒരു തൊഴിലാണ്. അതുകൊണ്ട് തന്നെ ട്രക്ക് ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ ബസ് ഓടിക്കുന്നവർക്ക് ഒക്കെ ഉണ്ണിയേശുവിനെയും കൂട്ടി നദിക്ക് കുറുകെ സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്ന വിശുദ്ധ ക്രിസ്റ്റഫറിനെ ആശ്രയിക്കാം. നിങ്ങളുടെ യാത്രയിൽ 3-ാം നൂറ്റാണ്ടിലെ ഈ വിശുദ്ധൻ സംരക്ഷകനായി കൂടെ വരും. ഇനി ടാക്സി ഡ്രൈവർമാർ, കാർ ഓടിക്കുന്നവർ, അവർക്കൊക്കെ വിശുദ്ധ ഫിയാഗർ എന്ന വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇതൊരു അപകട സാധ്യതയുള്ള ഒരു തൊഴിലായി തോന്നുന്നില്ല, പക്ഷേ അപരിചിതരെയും വാഹനത്തിൽ കയറ്റി, പ്രത്യേകിച്ച് അർദ്ധരാത്രിയിൽ പോകുമ്പോൾ തീർച്ചയായും ഭയം തോന്നിയേക്കാം. ഇതൊക്കെ ചിലപ്പോൾ ഡ്രൈവർമാർക്ക് അപകടങ്ങൾക്കും ശാരീരിക ആക്രമണങ്ങൾക്കും വഴിയൊരുക്കുന്നു. സംരക്ഷണത്തിനായി 7-ാം നൂറ്റാണ്ടിലെ ഐറിഷ് പുരോഹിതനും തോട്ടക്കാരനുമായ വിശുദ്ധ ഫിയാക്കറിൻ്റെ മാധ്യസ്ഥ്യം അപേക്ഷിക്കാവുന്നതാണ്. അദ്ദേഹം പാരീസിൽ കുതിരവണ്ടികളിൽ സഞ്ചരിക്കുന്നവരുടെ രക്ഷാധികാരിയാണ്. ഇനി മത്സ്യത്തൊഴിലാളികൾ വിശുദ്ധ പത്രോസിനോട് മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാവുന്നതാണ്. ആഴക്കടലിലൂടെയുള്ള യാത്ര വളരെ അപകടകരമാണ്, പ്രത്യേകിച്ച് തീവ്രമായ കാലാവസ്ഥയിൽ. അതുകൊണ്ട് സംരക്ഷണത്തിനായി ആദിത്യ മാർപ്പാപ്പയും എളിയ മത്സ്യത്തൊഴിലാളിയുമായ വിശുദ്ധ പത്രോസിൻ്റെ മധ്യസ്ഥതയാണ് മത്സ്യത്തൊഴിലാളികൾക്ക്, കടൽപ്പണികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുയോജ്യം. മേൽപ്പറഞ്ഞ തൊഴിൽ മേഖലകളിൽ ആയിരിക്കുന്നവർ തങ്ങളുടെ ജോലിക്ക് പോകുന്നതിന് മുമ്പായി ഈ വിശുദ്ധരെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം. ഉദാഹരണത്തിന് മത്സ്യത്തൊഴിലാളികൾക്ക് വിശുദ്ധ പത്രോസ് ലിഹായുടെ പ്രാർത്ഥന ചൊല്ലണമെന്നൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ആ ജോലിക്ക് പോകുന്നതിന് മുമ്പായി വിശുദ്ധ പത്രോസ് ലിഹായെ, എൻ്റെ ഈ ജോലിയിൽ എന്നെ സഹായിക്കാനായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ടാക്സി ഡ്രൈവർമാർക്ക് പ്രാർത്ഥിക്കാം, വിശുദ്ധ ഫിയാഗർ എൻ്റെ ഈ യാത്രയിൽ എൻ്റെ കൂടെ സഹായിയായി ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഓരോരുത്തരും തങ്ങൾ ചെയ്യുന്ന ജോലി ഏതാണോ ആ ജോലിയിലെ വിശുദ്ധരെ മനസ്സിൽ ഓർത്ത് ആ വിശുദ്ധരോട് മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാവുന്നതാണ്.